വിജയകുമാർ, ഗുഡ് ഈവനിങ്. അങ്ങനെ കൊട്ടിക്കലാശം കഴിഞ്ഞു, ഗംഭീരമായി. പലയിടത്തും ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ അതിന്റെ കൂടെ ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മലപ്പുറം കരുനാഗപ്പള്ളി കുറച്ച് സങ്കീർണമായിട്ടുണ്ട്. പാറശാല നെയ്യാറ്റിൻകര മേഖലകളിലും കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ ഭാഗമാണ്. അതെ അതെ, അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമാണ്. അപ്പോ നമ്മൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നാളെ നിശബ്ദ പ്രചാരണം, ബൂത്തുകളൊക്കെ സജ്ജമാക്കും. രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങും. ഉദ്യോഗസ്ഥരതൊക്കെ വാങ്ങി നേരെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകും. ബൂത്തുകൾ സജ്ജമാകും. രാവിലെ 6 മണിക്ക്, മറ്റന്നാൾ രാവിലെ 6 മണിക്ക് മോക്ക് പോള്, 7 മണിക്ക് നമ്മൾ ആദ്യ വോട്ട് രേഖപ്പെടുത്തും. വിജയകുമാറും ഞാൻ രേഖപ്പെടുത്തും. സമയം പോലെ ഉച്ചയോടുകൂടിയൊക്കെ രേഖപ്പെടുത്തണം എന്നാണ് ആഗ്രഹം. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? ഒരുപാട് നാളത്തെ കാത്തിരിപ്പല്ലേ? അതെ 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 അതെ, ഒരുപാട് നാളത്തെ കാത്തിരിപ്പ്. ഏതാണ്ട് 40-42 ദിവസം നീണ്ട പ്രചാരണത്തിന്റെ ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ദീർഘമായ പ്രചാരണ കാലം ഉണ്ടല്ലോ. അതായത് പോളിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാവും നമ്മുടെ എല്ലാ മണ്ഡലങ്ങളും. അതിനുശേഷം വീണ്ടും വെയിറ്റ് ചെയ്യണം. നമ്മളുടെ വിധിയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ. അതെ അതെ, ജൂൺ 4-ാം തീയതി നമ്മൾ വെയിറ്റ് ചെയ്യണം റിസൾട്ട് അറിയാം. പക്ഷേ അതൊക്കെ ഇതിന്റെ ഒരു ഓളത്തിൽ അങ്ങ് പോകും. എന്താണ് പറയാ, മറ്റന്നാൾ പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ ഏതാണ്ട് ഉറപ്പിക്കും മുന്നണികൾ അല്ലെ, എത്രമാത്രം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടി എന്നൊക്കെയുള്ള. അപ്പൊ അതൊക്കെ ആവശ്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വരും. അപ്പൊ നമ്മള് തുടങ്ങാം. ഒരു മികച്ചൊരു ഇൻട്രോ കൊടുത്താലോ? ഞാൻ തുടങ്ങട്ടെ? തുടങ്ങിക്കോ. കാലമഞ്ചും കൊട്ടിറങ്ങി, കലാശത്തിൽ പച്ചവേഷങ്ങൾ നിറഞ്ഞാടി, ചില കത്തിവേഷങ്ങളും അരങ്ങിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് സംസ്ഥാനത്ത് ഇന്ന് സമാപനമായത്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നാൽ രാജസ്ഥാനിൽ കഴിഞ്ഞ 2 ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് ഛത്തീസ്ഗഡിലും ആവർത്തിച്ചു. ഇന്ന് വിവാദമായത് ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദയുടെ വാക്കുകളാണ്. അമേരിക്കയിൽ ഉള്ളതുപോലെ സ്വത്തവകാശ നികുതി ഇന്ത്യയിലും വേണം എന്ന നിർദ്ദേശമാണ് ഇന്ന് വിവാദമായത്. മറുഭാഗത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പണം പിടിച്ചെടുത്ത് ആർക്കാണ് നൽകുക എന്നറിയാമല്ലോ എന്നായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രി മറ്റൊരു പരാമർശം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം എല്ലാ വിശേഷങ്ങളും റിപ്പോർട്ടുകളെല്ലാം ചേർത്തുകൊണ്ട്. ഇലക്ഷൻ സ്റ്റാൻഡ്. വെൽക്കം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ യുദ്ധമുഖത്തെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് തന്നെയാണ് അല്ലേ? അതെ, യെസ്. കൊട്ടിക്കലാശം നേരിട്ട് കണ്ട 24 അവതാരകരും റിപ്പോർട്ടേഴ്സും തത്സമയം നമ്മളൊപ്പം ചേരുകയാണ്. ആദ്യം ആറ്റിങ്ങിൽ തുടങ്ങാം. അനുജ രാജേഷ് തയ്യാറായി നിൽപ്പുണ്ട് ആറ്റിങ്ങിൽ. അനുജ, ഒരു എന്താ പറയാ, ഒരു മഹോത്സവത്തിന് സമാനമായ ഒരു കൊട്ടിക്കലാശം പറയാം. ആറ്റിങ്ങലൊക്കെ വലിയ ക്രൗഡായിരുന്നു, വലിയ ജനാരവമായിരുന്നു ആറ്റിങ്ങലൊക്കെ നമ്മൾ കണ്ടു. വിജയം, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 3 മണിയാക്കി ആകുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഓളങ്ങ് കിട്ടിയില്ല. കാരണം നമ്മൾ രണ്ടുപേരും ലൈവ് നിൽക്കുന്ന സമയത്ത് ഞാൻ തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷെ പിന്നീടുള്ള ഒരു 3 മണിക്കൂർ കണ്ടത് എന്താണ്? 4 മണി തൊട്ട് അങ്ങോട്ട് കൊട്ടി കയറുമായിരുന്നു, രക്ഷയില്ല. അപ്പൊ അനുജ, എന്തായിരുന്നു ആറ്റിങ്ങലിലെ കൊട്ടിക്കലാശ കാഴ്ചകൾ? ഒപ്പം എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് കൊട്ടിക്കലാശത്തോടെ മുന്നണികൾ എത്തിയിരിക്കുന്നത്? ഗുഡ് ഈവനിങ് വിജയകുമാർ ആൻഡ് പ്രജിൻ. ഞാനും ഒരു നേരത്തെ ഒരു 3 മണിക്കൊക്കെ മുൻപായിട്ട് ആറ്റിങ്ങലിലെ കച്ചേരി അവിടെയാണ് കൊട്ടിക്കലാശം നടന്നത്, അവിടെ എത്തിയിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ വലിയ ആവേശമൊന്നും കണ്ടില്ല, ആളുകളെ ഒന്നും കാണാനില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് നിരാശ തോന്നി. കാരണം അതിനോടകം തന്നെ 3 മണിയൊക്കെ ആയപ്പോഴേക്ക് തന്നെ ചില ഇടങ്ങളിലൊക്കെ വലിയ ആവേശമാണെന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ തന്നെ ലൈവായിട്ട് നൽകിയിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഇതെന്താണ് ആറ്റിങ്ങൽ ഇങ്ങനെയൊക്കെ ആണോ എന്ന്. പക്ഷെ അതിനുശേഷം പിന്നെ കണ്ട കാഴ്ച 4 മണിയൊക്കെ ആകുന്നതിന് തൊട്ട് മുൻപായിട്ട് മുതൽ അങ്ങോട്ടേക്ക് ഒരു ജനാരവം എന്ന തരത്തിലേക്കാണ് അങ്ങോട്ടേക്ക് ആളുകൾ ഇരച്ചെത്തുന്നത്. അണികൾ ഒക്കെ പലതരത്തിൽ വാഹനങ്ങളിൽ എത്തുന്നു, വർണ്ണ ബലൂണുകൾ പറപ്പിക്കുന്നു, കൂടാതെ വർണ്ണക്കടലാസുകൾ ആകാശത്തേക്ക് സ്പ്രേ ചെയ്ത് വിടുന്നു. അങ്ങനെ 3 പാർട്ടികളുടെയും കൊടികൾ ഇതൊക്കെ കൊണ്ട് അവിടെ നിറഞ്ഞു. നമുക്കൊന്ന് സൂചി കുത്താൻ ഇടമില്ല എന്ന് പറയുന്ന തരത്തിലേക്കായിരുന്നു അവിടെ ജനനിബിഡമായി മാറി കച്ചേരിനട ജംഗ്ഷൻ എന്നതാണ്. അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിപ്പോ 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് അവർ 5 മണിയോടെയാണ് എത്തിയതും. വി ജോയും മുരളീധരനും ഈ 2 സ്ഥാനാർത്ഥികളാണ്. അടൂർ പ്രകാശ് കൊട്ടിക്കലാശത്തിന് എത്തിയില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിൽ 2 മുന്നണികൾ ഇന്നിപ്പോ കൊട്ടിക്കലാശത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ട് എന്നതാണ്. അത് LDFും അതുപോലെ NDAയുമാണ്. കോൺഗ്രസിന്റേത് അത്ര കണ്ട് നമുക്ക് അങ്ങനെ ഒരു ആവേശം പ്രകടമാകുന്ന തരത്തിലേക്ക് ഉണ്ടായിരുന്നില്ല ആറ്റിങ്ങലിൽ നിന്നാണ്. കാരണം അവരുടെ കൊടികളും അല്ലെങ്കിൽ അണികളും ഒക്കെ അത്രയ്ക്കൊരു രീതിയിൽ നമ്മൾ കണ്ടില്ല. മറ്റു 2 പേരും ക്രെയിനിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഉയർത്തി വിടുന്നു. അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ആ മിനിറ്റുകളിൽ നമുക്ക് വി ജോയോട് സംസാരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനത്തിൽ കയറി നിന്ന് സംസാരിച്ചു, ആ കൊട്ടിക്കലാശം നടക്കുന്ന ആ വെന്യൂവിൽ തന്നെ. അപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഈ അണികളുടെ ആവേശം കണ്ടാൽ മനസ്സിലാകും എന്താണ് ആറ്റിങ്ങൽ സംഭവിക്കാൻ പോകുന്നത് എന്നത്. ഒരിക്കൽ കൂടി പിടിച്ചടക്കും ആറ്റിങ്ങൽ എന്ന ചെങ്കോട്ട എന്ന് അദ്ദേഹം പറയുന്നു.
ഈ കള്ളവോട്ട് ആരോപണം ഇന്നിപ്പോൾ അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു രാവിലെ. അദ്ദേഹം ഈ കള്ളവോട്ട് ഇരട്ട വോട്ട് എന്നുള്ള ആരോപണം അവിടെ ആവർത്തിക്കുന്ന നമ്മൾ കേട്ടു. 1,60,000-ലേറെ കള്ളവോട്ടുകൾ എന്ന കണക്ക് അദ്ദേഹം വീണ്ടും പറയുകയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവകമായല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത്, കമ്മീഷൻ നൽകിയ കണക്ക് തെറ്റാണ് എന്ന് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. നീതിപൂർവകമായി വേണം തെരഞ്ഞെടുപ്പ് നടത്താൻ, പക്ഷെ ജയിച്ചു വരുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അതേക്കുറിച്ച് ഞാൻ വി ജോയിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് മുൻകൂർ ജാമ്യം എടുക്കലാണ്, ഒരു കള്ള വോട്ടും എങ്ങുമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ തരത്തിൽ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ 3 പേരിലും കാണാൻ കഴിയുന്നുണ്ട്. കച്ചേരിനട ജംഗ്ഷൻ എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷനാണ്. ഇന്ദിരാഗാന്ധിയും ജ്യോതി ബസുവും BT രണദേവയും ഒക്കെ മുൻപ് വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം, രാഷ്ട്രീയ ചരിത്രം പറയുന്ന കച്ചേരി നടയിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത് വലിയ ഒരു ആവേശത്തിന്റെ ഒരു പരിസമാപ്തിയാണ്, കൊട്ടിക്കലാശമാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ കുട ചൂടി നിൽക്കുന്നല്ലോ അവിടെ, അപ്പം മഴയാണോ? പുറകിലൊക്കെ നല്ല വെള്ളവും കാണുന്നുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മഴ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയതാണ്. അത് കുറച്ചു മുമ്പായിരുന്നെങ്കിൽ ഈ കൊട്ടിക്കലാശമൊക്കെ അലങ്കോലപ്പെട്ടു പോയേനെ. എന്നാൽ അതൊന്നും അലങ്കോലമാകാതെ ഈ കൊടും ചൂടിൽ നടത്തിയ ഇത്രയും ദിവസം ഏതാണ്ട് 1.5 മാസത്തോളം നടത്തിയ പ്രചാരണം, അതിൽ ഒരു കുളിർമഴയായിട്ട് ഇപ്പോൾ മഴ എത്തിയെന്നാണ്. എല്ലാം കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോയി. കൃത്യം 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും അവിടെ വിട്ടുപോയി. വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ നടത്തിയ കൊട്ടിക്കലാശമാണ് നമ്മൾ കണ്ടത്. അതിൽ ആശയപരമായുള്ള ഏറ്റുമുട്ടൽ, അതല്ലാതെ ഒരു തരത്തിലും അവിടെ ഒരു സംഘർഷമോ സംഘട്ടനമോ ഒന്നും ഉണ്ടായില്ല. ഏറ്റവും എന്തായാലും ആറ്റിങ്ങലിൽ അവിടെ ഈ കലാശക്കൊട്ടിലും പങ്കെടുത്തു, കഴിഞ്ഞ ദിവസത്തെ പ്രചാരണത്തിലും ഒക്കെ ഭാഗമാകാൻ പറ്റി. ഇപ്പോൾ നല്ല മഴയും അറിഞ്ഞു അല്ലേ? എറണാകുളത്താണെങ്കിൽ കൊച്ചിയിൽ നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ ചൊട്ടുപൊള്ളുകയാണ്, നല്ല ഒട്ടും മഴയില്ല, കടുത്ത ചൂടാണ്. അപ്പോൾ ഒരു കുളിർമയോടുകൂടി തിരികെ വരാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അവിടെ മഴയാണ്, അവിടെ കുളിരാണ്. നമുക്ക് അടുത്ത സെഗ്മെന്റിൽ പോയാലോ? ഹോട്ട് ഇലക്ഷൻ ഹോട്ട്. വാനിൽ ഉയർന്നത് ആവേശം മാത്രമല്ല, സ്ഥാനാർത്ഥികളുമാണ്. ഒഴുകിയെത്തിയത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളുമാണ്. 20 മണ്ഡലങ്ങളിലും 20 വൻ പൂരങ്ങൾ. പിന്നെ ഓരോ ചെറുനഗരങ്ങളിലും കൊച്ചു കൊച്ചു ഘടകപൂരങ്ങൾ. തൃശൂർ പൂരം കഴിഞ്ഞ് ആഴ്ചയൊന്ന് തികയും മുൻപ് നാടാകെ പൂരമൊരുക്കുകയായിരുന്നു കൊട്ടിക്കലാശങ്ങൾ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ മാത്രമുള്ള കൊട്ടിക്കലാശം എന്ന കലാരൂപം ഇത്തവണ വ്യത്യസ്തതകൾ കൊണ്ടും ശ്രദ്ധേയമായി. ആ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയുടെ ആഗോള പൗരൻ ആ വേഷവിധാനങ്ങളെല്ലാം അഴിച്ചുവെച്ച് സാധാരണക്കാരുടെ ആവേശങ്ങളുടെ ഭാഗമായ നിമിഷം. തൊട്ടടുത്ത് അതിലേറെ ഉയരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഗരിമ. ചെങ്കിരീടമണിഞ്ഞ് പന്ന്യൻ രവീന്ദ്രൻ പഴയ രാജവീഥികളിൽ പഴയ തൊഴിലാളി നേതാവിന്റെ ഗാംഭീര്യത്തോടെയുള്ള പോക്കാണ്. ആറ്റിങ്ങൽ ശരിക്കും കലങ്ങി മറഞ്ഞു തന്നെ കിടക്കുകയാണ്. കൊട്ടിക്കലാശിക്കാൻ വന്നുകൂടിയ 3 കൂട്ടരും തുല്യശക്തിയിൽ, തുല്യ ആവേശത്തിൽ. കൊല്ലത്തൊന്നും ഏകപക്ഷീയമല്ല, അതൊരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചു രാഷ്ട്രീയ താരവും താരരാഷ്ട്രീയക്കാരും പങ്കെടുത്ത കൊട്ടിക്കലാശം. ഈസി വാക്ക് ഓവറിൽ നിന്ന് ടൈറ്റ് ഫൈറ്റിലേക്കുള്ള പോക്ക് മാവേലിക്കരയുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്. ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്ന കണക്കുകൾക്കപ്പുറമായിരുന്നു പത്തനംതിട്ടയുടെ കലാശം. അത് 5ാം കാലത്തിനുമപ്പുറം പുതിയ ഗണിതങ്ങൾ തീർത്തു. നമ്മൾ എത്തിക്കഴിഞ്ഞു കനലെരിയുന്ന ആലപ്പുഴയിൽ. കോട്ടയത്ത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും ഇതിലാരാണ് UDF എന്ന് ചിലരെങ്കിലും സംശയിക്കും. ഹൈറേഞ്ചിലെ കാര്യം ഒന്നും പറയണ്ട, പൊളിയെന്നല്ലാതെ എന്ത് വിളിക്കാൻ. എറണാകുളം അത്ര ശാന്തമൊന്നുമല്ല കേട്ടോ, നല്ല അടിയിളക്കമുള്ള കായലാണ്.
ചാലക്കുടിയിൽ വരുന്നവരും പോകുന്നവരുമൊക്കെ രാഷ്ട്രീയ ക്ലാസ് എടുക്കുന്നുണ്ട്. തീരുമാനമാകാൻ സമയമെടുക്കുമായിരിക്കും. പൂരം കൈവിട്ടു പോയ തൃശൂരിൽ 3 പാർട്ടിയെയും 3 തുറങ്കലിലാക്കി പോലീസ് മുട്ടുവിറച്ചു നിൽപ്പായിരുന്നു. ആലത്തൂരിൽ പാട്ടുമുണ്ടായിരുന്നു, ആട്ടവും. പാലക്കാട് കോട്ട കെട്ടിയ പോലെ ഒറ്റ നിൽപ്പാണ്. എന്താണാവോ ഉള്ളിൽ? പൊന്നാനിയിൽ തകർത്തുവാരുകയായിരുന്നു സമസ്ത ജാതിമത വിഭാഗങ്ങളിലും പെട്ടവർ ഒന്നു ചേർന്ന്. മലപ്പുറത്ത് മാത്രം പോലീസ് വിചാരിച്ചിട്ടും കാര്യങ്ങൾ കയ്യിൽ നിന്നില്ല. അവിടെ ആവേശം തല്ലുമഴയായി. കോഴിക്കോട്ടെ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ? മൊത്തം ഗൗരവമുള്ള രാഷ്ട്രീയമാണ്. അത് പതുക്കെ തെളിയൂ. ഇനി ശബ്ദമുണ്ടാക്കാതെ പോയി നോക്കാം. സ്ഥലം വടകരയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് വല്ല പിടിയുമുണ്ടോ? ദേ വയനാട്. അവിടെ ഏതൊക്കെ കൊടി പാറുന്നുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പോയേക്കാം. എന്റെ അമ്മോ എന്ന് വിളിച്ചു പോകും. ഇത് കണ്ണൂരാണ്. വേറൊന്നും പറയാനില്ല. കണ്ട് തീരുമാനിക്കാം. ദേ അത്യുത്തര കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനിയില്ലല്ലോ ആർക്കും സംശയം. 20 റിപ്പോർട്ടർമാർക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് 24. അപ്പൊ 20 മണ്ഡലങ്ങളിലെയും കലാശക്കൊട്ടിന്റെ ഏതാണ്ട് രൂപം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, വൈകി എത്തിയ പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. 20 മണ്ഡലങ്ങളിലും നടന്ന പ്രധാനപ്പെട്ട കലാശക്കൊട്ടിന്റെ വിവരങ്ങളാണ്. ചെറുപൂരങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഘടകപൂരങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ബാക്കി അതും അങ്ങനെ തുടരുന്നു. അപ്പോൾ നമ്മൾ നടത്തിയതുപോലെ തോന്നുന്നു. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ പ്രതിനിധികളിലേക്ക് പോവുകയാണ്. ആദ്യം തൃശ്ശൂരിലേക്കാണ്. സൂരജ് സജി തയ്യാറായി നിൽപ്പുണ്ട് തൃശ്ശൂരിൽ. സൂരജ് സജി, തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് വലിയ ഓളമാണ്. അപ്പോൾ അവിടെ അത്രമാത്രം ആത്മവിശ്വാസമുണ്ട്, ഓരോ മുന്നണികൾക്കും വ്യക്തമായിട്ടുണ്ട്. ഒപ്പം തന്നെ അണികൾ എന്തു പറയുന്നു, ജനങ്ങളുടെ ഒരു പൊതു വിലയിരുത്തൽ എന്താണ്? അപ്പോൾ ഇനിയുള്ള അടുത്ത ദിവസം നിശബ്ദ പ്രചാരണമാണ്. അപ്പോൾ കൃത്യമായി ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകണം അധികം ആളുകളും, അല്ലേ? അവിടെ പ്രജിൻ വിജയകുമാർ, എന്തായാലും ഈ അരയും തലയും മുറുക്കിയുള്ള പരസ്യ പ്രചാരണത്തിന് സമാപനമാകുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും ഉള്ളത്. കട്ടയ്ക്ക് എന്നുള്ളതാണ് നാട്ടുകാർക്കും വോട്ടർമാർക്കും ഉൾപ്പെടെ പറയാനുള്ളത്. ആരാണ് മുന്നിൽ എന്നത് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത് തന്നെയാണ് ഇന്ന് കലാശക്കൊട്ടിൽ കണ്ടത്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു തൃശ്ശൂർ പൂരത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ അതേ തെക്കേ നടയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൂരത്തിന് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അക്ഷരാർത്ഥത്തിൽ പൂരനഗരിയെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു 3 പേരുടെയും കൊട്ടിക്കലാശം. സുരേഷ് ഗോപിയൊക്കെ ഈ പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്ത് വലിയ ആവേശം സൃഷ്ടിച്ചു. അതോടൊപ്പം തന്നെ സുനിൽകുമാർ ആകട്ടെ, കെ മുരളീധരനാകട്ടെ, ഈ പ്രവർത്തകരെ വലിയ രീതിയിൽ ആവേശം കൊള്ളിക്കുന്ന തരത്തിലേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ എല്ലാ മുന്നണികളും
മുന്നണികളെ സംബന്ധിച്ചും ഈ കണക്കുകൂട്ടലുകളുടെ സമയമാണ്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെ വോട്ടുകളാണ് ഈ അവസാന നിമിഷവും ഉറപ്പിക്കാൻ കഴിയുക എന്നൊരു ശ്രമമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് എല്ലാ ക്യാമ്പുകളും കണക്കുകൂട്ടലുകളിലാണ്. BJPയെ സംബന്ധിച്ച് ഈ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഈ പരസ്യപ്രചരണം അല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു നീക്കം അത് BJP ക്യാമ്പ് നടത്തും. പക്ഷേ ഇടത് ക്യാമ്പിലേക്ക് വരുമ്പോൾ യുവജനങ്ങളുടെ വോട്ടിലാണ്, പ്രത്യേകിച്ച് 35 വയസ്സിന് താഴെയുള്ള കോൺഗ്രസ് ആകട്ടെ ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെക്കുന്നു. അങ്ങനെ അവസാന വട്ടവും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. പ്രജിൻ, വിജയകുമാർ. യെസ്, എന്നാൽ തൃശ്ശൂർ ഒരു കൗതുകമുള്ള കാഴ്ച, 2 ലെയർ ഈ ബാരിക്കേഡുകൾ വെച്ചാണ് പോലീസ് ഈ 3 മുന്നണികൾക്കും വേദിയൊരുക്കി. അതുകൊണ്ട് ആ കവാടത്തിന് പുറത്തേക്ക് കടക്കാതെ അച്ചടക്കത്തോടെ എല്ലാവരും നിന്നു. അതാണ് ആ ദൃശ്യങ്ങളാണ്. ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണണമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മൾ സാധാരണ പറയുന്ന തൃശ്ശൂർ അതിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ആൾക്കൂട്ടത്തെ ഒരു തെരഞ്ഞെടുപ്പ് കലാശപ്പോരിൽ കൊണ്ടുവന്നിട്ടില്ല. അത്രയും വലിയ ആൾക്കൂട്ടം. അപ്പോൾ ഇവിടെ ആവേശം എത്രത്തോളം ഉണ്ട് അത് വ്യക്തമാണ്. അപ്പോൾ ഇനി നമ്മൾ വടകരയിലേക്കാണ് പോകുന്നത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് വടകരയിൽ നിന്ന്. ദീപക്, വടകരയും യഥാർത്ഥത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മനുഷ്യ മഹാസമുദ്രമായിരുന്നു ഈ പ്രചാരണം അവസാനിക്കുന്ന ആ മിനിറ്റുകളിലും മണിക്കൂറുകളിലും ഒക്കെ ഉണ്ടായത്. സ്ഥാനാർത്ഥികൾ എത്തിയപ്പോഴേക്കും അത് വലിയ ആവേശത്തിലേക്ക് പോയി. എന്താണ് വടകരയുടെ അവസാന ഈ മണിക്കൂറുകളിലെ രാഷ്ട്രീയ സ്പന്ദനത്തിന്റെ സൂചനകൾ? വിജയകുമാർ, പ്രജിൻ, വടകര ഒരു ആവേശക്കരയായി മാറി എന്നതാണ് അക്ഷരാർത്ഥത്തിൽ സത്യം. കാരണം അത്രമേൽ ആവേശത്തോടെയായിരുന്നു പ്രവർത്തകർ ഇന്ന് കൊട്ടിക്കലാശത്തിനെത്തിയത്. കൊട്ടിക്കലാശം വടകരയിൽ നടത്തിയാൽ സംഘർഷമുണ്ടാകുമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തലശ്ശേരിയിലേക്ക് മാറ്റിയത്. വടകരയാണെങ്കിൽ രാഷ്ട്രീയപരമായി തലശ്ശേരിക്കും വടകരയ്ക്കൊക്കെ വലിയ പാരമ്പര്യമുണ്ട്. തലശ്ശേരിയിൽ കൊട്ടിക്കലാശം നടന്ന തലശ്ശേരിയിൽ പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന നായനാർ പ്രതിനിധാനം ചെയ്ത മണ്ഡലമായിരുന്നു. അത് കഴിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ. മറ്റൊരു കാര്യം, ഈ വടകര മണ്ഡലം പണ്ട് സുകുമാർ അഴീക്കോടിൻ്റെയും SK പൊറ്റക്കാടിൻ്റെയും അംഗത്തിന് വേദിയായ തട്ടകമാണ്. അങ്ങനെ കളരിയുടെ പരമ്പര, ആ ഒരു ആവേശം കൂടിയുള്ള ഈ തട്ടകം അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യ യുദ്ധത്തിൽ വലിയ രീതിയിൽ ആവേശത്തിൻ്റെ കൊട്ടിക്കലാശമാണ് ഇന്ന് കണ്ടത്. ശൈലജ ടീച്ചർ വലിയ രീതിയിലുള്ള ഒരു റോഡ് ഷോയോടുകൂടി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയായിരുന്നു. ടീച്ചർ പതിവ് രീതിയിൽ കുട്ടികളോട് സല്ലപിച്ച് അവരോട് കുട്ടികളെ കയ്യിലേക്ക് എടുത്തൊക്കെ ജനങ്ങളെ മനസ്സിലിടം പിടിച്ചുകൊണ്ടുള്ള അവസാന പ്രചരണമായിരുന്നു കണ്ടത്. പ്രചാരണത്തിന്റെ അവസാനം ശൈലജ ടീച്ചർ പറഞ്ഞ ചില വാക്കുകൾ എടുത്തു പറയേണ്ടതുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഉസ്താദിന്റെ പേരിൽ പോലും വ്യാജരേഖകൾ ഉണ്ടാക്കി, വ്യാജ കത്തുണ്ടാക്കി കള്ളപ്രചരണം നടത്തി, വ്യക്തിഹത്യ നടന്നു. ഇത്തരത്തിലുള്ള എല്ലാം നടന്നെങ്കിൽ പോലും ജനമൊപ്പമുണ്ട്, അതുകൊണ്ട് ജയിക്കും. പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ ശബ്ദമായി ഉണ്ടാകുമെന്ന് ടീച്ചർ പറഞ്ഞു. മറുഭാഗത്ത് പുതിയ ബസ് സ്റ്റാൻഡിലായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രചരണം. ഷാഫി പറമ്പിൽ പറഞ്ഞത് ബോംബിനേക്കാൾ അക്രമത്തെക്കാൾ സ്നേഹത്തിന്റെ ശക്തിയാണ് വടകരയ്ക്കുള്ളത്. വോട്ട് ചെയ്തത് പാഴാകില്ല, നിങ്ങൾ ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. ഏതായാലും ഈ അവസാന ലാപ്പിലെ കൊട്ടിക്കലാശത്തിൽ ടീച്ചർ വലിയ രീതിയിലുള്ള ആവേശം തീർത്തു. ഒപ്പം നിൽക്കാൻ ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു. BJPയുടെ പ്രചരണം മറുഭാഗത്തുണ്ടായിരുന്നു. മറ്റൊന്ന്, ആകെ പരാതിക്കരയായി വടകര മാറി. ഇന്ന് വടകരയിലെ ഒരു പ്രചാരണത്തിൽ ടീച്ചർക്കെതിരെ അധിക്ഷേപകരമായ, ശൈല ടീച്ചർക്കെതിരെ അധിക്ഷേപകരമായ പ്രചരണമുണ്ടായി എന്നുള്ള ഒരു പരാതി കൂടി LDF ഏറ്റവും ഒടുവിൽ ഉയർത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ ആവേശത്തിന്റെ അലകടൽ തീർത്തുകൊണ്ടാണ്, ആവേശക്കരയായി മാറിയാണ് വടകരയിലെ പ്രചാരണം കൊട്ടിക്കലാശത്തിലെത്തിയത്. വിജയകുമാർ, പ്രജിൻ. യെസ്, ദീപക് ധർമ്മടം വടകരയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി ആലപ്പുഴയിലേക്ക് പോകുന്നു. TK റീത്ത് തയ്യാറായി നിൽപ്പുണ്ട്. അതിന് മുമ്പ് കമന്റ് ബോക്സിൽ വരുന്നു നമ്മുടെ 24 മമ്മൂട്ടി സ്റ്റുഡിയോയിൽ തിരികെ എത്തിയോ. മമ്മൂട്ടി നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നു. 24 മമ്മൂട്ടി. റിജിത്ത്, ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ പ്രചാരണ പരിപാടിയുടെ അവസാന നിമിഷം TK അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ആലപ്പുഴയിലെ കാഴ്ചകൾ? എത്ര ആവേശമായിരുന്നു ഈ അവസാന മിനിറ്റുകളിൽ ഉണ്ടായിരുന്നത്? വിജയകുമാർ, പ്രജിൻ, വലിയ രീതിയിലുള്ള മത്സരം നടന്ന, ശക്തമായ മത്സരം നടന്ന ആലപ്പുഴയിൽ അതിന്റെ കൊട്ടിക്കലാശത്തിലും ആ ആവേശം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പ്രചാരണത്തിന്റെ ആവേശത്തിന്റെ ഏറ്റവും പീക്കിലേക്ക് കൊട്ടിക്കലാശം പോകുന്നത് നമ്മൾ കണ്ടു. 3 പോയിന്റുകളിലായിട്ടായിരുന്നു 3 മുന്നണികൾക്കുമായി കൊട്ടിക്കലാശത്തിനുള്ള സ്ഥലം അനുവദിച്ചിരുന്നത്. വട്ടപ്പള്ളി ജംഗ്ഷനായിരുന്നു KC വേണുഗോപാലിന്, UDF സ്ഥാനാർത്ഥി, UDF ക്യാമ്പിന് കൊട്ടിക്കലാശത്തിനുള്ള സ്ഥലമായി അനുവദിച്ചിരുന്നത്. ഒരു 3 മണിയോടുകൂടി 3:30 തന്നെ പ്രവർത്തകരുടെ ഒഴുക്ക് ആ ജംഗ്ഷനിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഒരു 5:30 KC വേണുഗോപാൽ എത്തുമ്പോൾ അതിന്റെ ആവേശം പരകോടിയിലേക്ക് പോകുന്നത് കണ്ടു. നൃത്തം, പാട്ട്, മേളം, വാദ്യം, അങ്ങനെ പ്രചാരണത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, കളർഫുൾ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു.
അതിനുശേഷമുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെതിരെ കെ.സി. വേണുഗോപാൽ വിമർശനം ഉന്നയിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നിന്ന് അല്പദൂരം മാത്രം ദൂരമുള്ള സക്കറിയ ബസാർ എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ചിട്ടായിരുന്നു LDFന്റെ കൊട്ടിക്കലാശത്തിനുള്ള സ്ഥലം അനുവദിച്ചിരുന്നത്. അവിടെയും വലിയ രീതിയിലുള്ള ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞു. കെ.സി. വേണുഗോപാലിനെ ഇറക്കിയപ്പോൾ, കെ.സി. വേണുഗോപാൽ മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം ആവേശം UDF പ്രവർത്തകർക്കുണ്ടോ അതേപോലെ തന്നെ വിജയം ആവർത്തിക്കാൻ കഴിയും, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ നമുക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകളിലും ആവേശം നിറയ്ക്കുന്ന കാഴ്ചകൾ LDF ക്യാമ്പിൽ നിന്ന്, LDFന്റെ കൊട്ടിക്കലാശത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. AM ആരിഫ് എത്തുന്നതോടുകൂടി പ്രവർത്തകരെല്ലാം ചേർന്ന് AM ആരിഫിനെ എടുത്തു പൊക്കി പ്രവർത്തകർക്കിടയിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആ ദൃശ്യങ്ങളുടെ മനോഹാരിതയായി നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുന്നുണ്ട്. NDAയുടെ കൊട്ടിക്കലാശത്തിനും ഇവിടെ നിന്ന് അധികം ദൂരമില്ലാത്ത ആലപ്പുഴ ടൗണിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടായിരുന്നു NDAയുടെ കൊട്ടിക്കലാശവും നടന്നിരുന്നത്. അവിടെയും വലിയ രീതിയിലുള്ള ആവേശം സ്വാഭാവികമായും. ശരി റീജിത്ത്, എന്തായാലും ആലപ്പുഴയിലെ പോരാട്ട വീര്യം എത്രത്തോളം ഉണ്ട് എന്നത് ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്ന ആ മിനിറ്റുകളിലും അത് പ്രകടമായിരുന്നു. നമ്മളിനി അടുത്ത ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ കുട്ടിക്കലാശം സമയത്ത് SKനും വിജയകുമാറും ഹാഷ്മി ആയിരുന്നല്ലോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതിലിപ്പം ഏറ്റവും ലാസ്റ്റ് വസന്തകുമാരി പറയുന്നത് ഇങ്ങനെ, കലാശക്കുട്ട് കഴിഞ്ഞപ്പോ SKN സാറിന്റെ ആ 2 സ്റ്റെപ്പ് അത് പൊളിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ അടുത്ത നമ്മൾ കൊച്ചിയിലേക്ക് ശ്രീകാന്ത് ആണ് ചേരുന്നത്. ശ്രീകാന്ത്, എറണാകുളത്ത് എങ്ങനെയായിരുന്നു അതിന്റെ അവസാന മിനിറ്റുകൾ? വലിയ സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നു, എല്ലാവരും ഒരേ കേന്ദ്രത്തിലേക്കാണോ എത്തിയത്? എന്തൊക്കെയായിരുന്നു വിവരങ്ങൾ? ഇന്ന് പാലാരിവട്ടത്തും അതോടൊപ്പം തന്നെ ടൗൺ ഹാളിന് സമീപവും കച്ചേരിപ്പടിയിലുമായാണ് ഇന്ന് ഈ കൊട്ടിക്കലാശം അറേഞ്ച് ചെയ്തിരുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാതിരിക്കുക ലക്ഷ്യമിട്ട് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പോലീസുമാണ് ഇത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതിനൊരു ആവേശം കാണാനില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു അക്രമത്തിലേക്ക് വഴിമാറുമോ എന്നൊക്കെ പോലീസിന് സംശയമുണ്ടെങ്കിലും അതായിരുന്നു ഒരു ഓളം തീർക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് കാണാൻ സാധിച്ചില്ല. എങ്കിലും വീറും വാശിയും പ്രകടമായിരുന്നു. തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ സ്ഥലത്ത് നൂറുകണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ച് അവിടെ ഈ കൊട്ടിക്കലാശം വലിയ തോതിൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു മുന്നണികൾ എല്ലാവരും തന്നെ. നാളെ ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപായി എല്ലാ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വീട് വീടാന്തരം കയറി അവരവരുടെ വോട്ടുറപ്പിക്കും, പ്രധാനപ്പെട്ട ആളുകളെ കാണും. അങ്ങനെ വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലായിരിക്കും നാളെ. ഈ എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തിക തലസ്ഥാനമാണ്. തുടർച്ചയായി UDF ജയിച്ചു പോന്നിരുന്ന മണ്ഡലമാണ്. UDFന് കഴിഞ്ഞ തവണ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലം കൂടിയാണ്. അത് വീണ്ടും ഉയർത്തുകയാണ് UDFന്റെ ലക്ഷ്യം. എന്നാൽ 3 തവണ മുൻപ് തങ്ങൾക്ക് അനുകൂലമായ മണ്ഡലത്തിൽ 4ാമതൊരു ജയം ലക്ഷ്യമിട്ടാണ് KJ ഷൈൻ ടീച്ചർ കളത്തിലിറങ്ങുന്നത്. KJ ഷൈൻ ടീച്ചർ ഈ തവണ തങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് വോട്ട് കൂട്ടിയ KS രാധാകൃഷ്ണനെ കളത്തിലിറക്കുകയാണ് BJP. അത്യന്തം വീറും വാശിയും പ്രചാരണ രംഗത്ത് കാണാൻ കഴിഞ്ഞു. അത് വോട്ടിംഗിൽ പ്രതിഫലിക്കുമോ എന്നറിയാൻ മറ്റന്നാൾ വരെ കാക്കാം. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ആ രീതിയിൽ ഇന്നിപ്പോൾ കണ്ട ആ കാഴ്ച, ആ ആവേശം അത് ഏത് രീതിയിൽ ഇലക്ഷനിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനം അല്ലേ? രജനി, കലാശക്കൊട്ടിനിടയിൽ അല്ലെ കൊട്ടിക്കലാശത്തിനിടെ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തു നിന്നും അത്തരം റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പോലീസ് കുറെ കൂടി ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. വെൽക്കം ബാക്ക്. ഇലക്ഷൻ സെന്റർ തുടരുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരത്താണല്ലോ ഏറ്റവും ആദ്യം കലാശക്കൊട്ടിന്റെ ആ രസക്കാഴ്ചകൾ തുടങ്ങിയത്. ഒന്ന് നോക്കാം നമുക്ക്. ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ്, തിരുവനന്തപുരത്തെ കാഴ്ചകൾ അത് വ്യത്യസ്തമായിരുന്നു, വിഭിന്നമായിരുന്നു അല്ലേ? പല രീതിയിലുള്ള വെറൈറ്റി ദൃശ്യങ്ങൾ അവിടെ നിന്ന് കണ്ടു. പേരൂർക്കടയിൽ ഇനി എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആവുമ്പോഴേക്കും ക്രെയിനുകൾക്ക് ഡിമാൻഡ് കൂടും എന്നാണ് ഇന്നത്തെ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഷഫീദൊക്കെ റിസ്ക് എടുത്ത് പലതിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിട്ടൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നല്ല ദൃശ്യങ്ങൾ സമ്മാനിച്ചത്. അത് ഭയങ്കര രസമായിരുന്നു. ഷഫീദ്, ഇത്തവണയും പേരൂർക്കട പതിവ് തെറ്റിച്ചില്ല അല്ലേ? വിജയകുമാർ, പ്രജിൻ, തീർച്ചയായിട്ടും. കാരണം വലിയൊരു ആവേശ കാഴ്ച ഇന്ന് നമ്മൾ കണ്ടു. ഏതാണ്ട് 3 മണിക്കൂർ. ഇപ്പോഴും നമുക്ക് ആ ശബ്ദമുണ്ടാകുക, ശബ്ദ കോലാഹലങ്ങളുടെ ഒരു കാര്യം
അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ തലച്ചോറിൽ നിന്ന് പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്രയധികം ദിവസം കിട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്, അപ്പോൾ അത്രയധികമൊന്നും ആവേശത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ 2 മണി കഴിഞ്ഞപ്പോഴേക്കും പെരൂർക്കടയിലെ ചിത്രം പൂർണ്ണമായും മാറി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. 3 മുന്നണികളും പ്രത്യേകിച്ച് ഇക്കുറി BJP കുറച്ചുകൂടി ആവേശത്തോടു കൂടി കുറച്ചുകൂടി ശക്തമായിട്ടുള്ള അവരുടെ ആവേശം പ്രകടിപ്പിച്ചു, അവരുടെ പ്രസൻസ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അതിനുമപ്പുറത്തേക്ക് പതിവ് പോലെ പെരൂർക്കടയിൽ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പെരൂർക്കട വലിയ ആവേശത്തിന്റെ ഒരു സ്ഥലമായി മാറാറുണ്ട്. അത് ഇക്കുറിയും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല കൗതുക കാഴ്ചകളും ഇന്ന് നമ്മൾ പെരൂർക്കടയിൽ കണ്ടു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ആദ്യം, അതായത് 2:30 പ്രവർത്തകരൊക്കെ എത്തുന്നു. അവർ കൊടിതോരണങ്ങളും മറ്റ് കലാരൂപങ്ങളും ഒക്കെ ആയിട്ട് പെരൂർക്കട ജംഗ്ഷനിൽ സജീവമാകുന്നു. ശേഷം ആദ്യം കളത്തിലേക്ക് എത്തുന്നത് പന്ന്യൻ രവീന്ദ്രനാണ്. പന്ന്യൻ രവീന്ദ്രനെ ഒരു കിരീടമൊക്കെ ചൂടിയിട്ടാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. പിന്നാലെ എത്തിയത് ശശി തരൂരാണ്. അത് നമുക്ക് അറിയാവുന്ന പറഞ്ഞാൽ അച്ചൂമൻ്റൊപ്പമാണ് ശശി തരൂർ എത്തി. ശശി തരൂർ എത്തി ആദ്യം തുറന്ന വാഹനത്തിലെത്തുന്നു. അതിനുശേഷം പ്രവർത്തകർ ഒന്നടങ്കം ആവേശത്തോടുകൂടി അദ്ദേഹത്തെ ക്രെയിനിലേക്ക് കയറ്റുന്നു. ശേഷം ക്രെയിനിന് മുകളിലേക്കുള്ള ഒരു ആകാശ കാഴ്ച സമ്മാനിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും അവിടേക്ക് എത്തുന്നു, കളം പിടിക്കുന്നു. ആദ്യം തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു, പിന്നാലെ ക്രെയിനിലേക്ക് കയറുന്നു. അതിനുശേഷം നമ്മൾ കണ്ടതൊരു ആകാശ കാഴ്ചയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖറിന്റെ ചിത്രത്തിലേക്ക് ആകാശത്ത് നിന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന്റെ പാലഭിഷേകം നമ്മൾ കണ്ടു. അതിന് പിന്നാലെ പെരുമഴയത്തും ആകാശക്കാഴ്ചയായി ശശി തരൂരും അതേപോലെ തന്നെ അച്ചൂമ്മൻ മാറുന്നത് നമ്മൾ കണ്ടു. പ്രവർത്തകരാരും പെരൂർക്കടയിൽ പെരുമഴ പെയ്തപ്പോഴൊന്നും പിരിഞ്ഞുപോയില്ല. അവർ അത്യന്തം ആവേശത്തോടുകൂടി പെരൂർക്കടയിൽ തുടർന്നു എന്നുള്ളതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ്. 6:03 പെരൂർക്കടയിലെ എല്ലാവിധത്തിലുള്ള ആഘോഷ പരിപാടികളും അവസാനിപ്പിച്ചു. അതിന് ശേഷമാണ് ആളുകൾ മടങ്ങി തുടങ്ങിയത്. അപ്പോഴും ചെറിയ രീതിയിലേക്കുള്ള ഉന്തും തള്ളും സംഘർഷങ്ങളും ഒക്കെ വിയോജിപ്പുകളുടെ ഭാഗമായി പെരൂർക്കടയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതും ഇന്നത്തെ കാഴ്ചയാണ്. ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ശക്തമായ ത്രികോണ പോര് നമ്മൾ കണ്ടതാണ്. അത് കൊട്ടിക്കലാശത്തിലും ഉറപ്പായും ഉണ്ടായി. 3 മുന്നണികളും അവരുടെ ശക്തി പ്രകടിപ്പിച്ചു, അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇനി നാളെ നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ക്ലൈമാക്സിൽ നമ്മളൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആർക്കും മേൽക്കൈയില്ല. ആര് വാഴും ആര് വീഴും എന്ന് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സസ്പെൻസ് എലമെന്റ് തിരുവനന്തപുരത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ശരി ഷഫീദ്, അത് ഉറപ്പാണ്. അങ്ങനെ ആർക്കും പിടികൊടുക്കുന്നില്ല ഇത്തവണ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഷഫീദ, തിരക്കിനിടയിൽ ആ കയ്യിലുണ്ടായ കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് പോയില്ലല്ലോ അല്ലേ? ഇല്ല, അതടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ മഴയാണ് കുഴപ്പിച്ചത്. മഴ കാരണം പൂർണ്ണമായി നനയേണ്ടി വന്നു. മൊബൈൽ ഫോണുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രജിത്ത്, മഴ ലഭിച്ച പറയുന്ന രാവിലെ തൊട്ട് ഇന്നത്തെ കലാശക്കൊട്ട് കാഴ്ചകൾ കാണാൻ നെട്ടോട്ടമായിരുന്നു ശരിക്കും അല്ലെ? നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. എല്ലാവരും ടയർഡാണ്. ആലത്തൂരിനെ അവഗണിച്ചു വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട് എന്നോട്. പക്ഷെ ആലത്തൂരിനെ അവഗണിച്ചില്ല എന്ന് തന്നെ ആലത്തൂർ നമ്മൾ വിശദമായി എടുത്തു. ആ സമയത്ത് ആലത്തൂരിൽ രമ്യ ഹരിദാസ് വരുന്ന സമയത്ത് തെലങ്കാന ഉപമുഖ്യമന്ത്രി അതിലുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വിശദമായി കാണിച്ചിരുന്നു അല്ലെ? ഒരു മണ്ഡലത്തെ അവഗണിച്ചില്ല. എല്ലാ വായിക്കട്ടെ. തലയിടിക്കില്ലല്ലോ. മിനി ബാബു എന്നൊരു പ്രേക്ഷക പറയാണ്, വിജയകുമാർ സാർ നിങ്ങളൊരു സംഭവമാണ്. 24 ഒരു മുതൽക്കൂട്ടാണ്. സൂപ്പർ ജോലിയിലുള്ള ഡെഡിക്കേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ആ സംഘർഷങ്ങളുടെ കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കലാശക്കൊട്ടിനിടെ പലയിടത്തും സംഘർഷമുണ്ടായി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കല്ലേലൂർ CR മഹേഷ് MLA-ക്കും CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കും 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. ആ ദൃശ്യം ലഭ്യമായിട്ടുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഇത് പാറക്കല്ല മറ്റൊരു ഇടം സംഘർഷമുണ്ടായത് മലപ്പുറം കുന്നുമ്മലിലാണ്. അവിടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും UDF പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ KSRTC ബസ്സിന് കേടുപാടുണ്ടായി.
തിരുവനന്തപുരത്ത് കാരേറ്റും സംഘർഷമുണ്ടായി. കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സ്ഥലത്ത് പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥയുണ്ട് എന്നാണ് സൂചന. മറ്റൊന്ന് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ LDF പ്രവർത്തകരും DMK പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഇടുക്കിയിലും പെരുമ്പാവൂരിലും പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഊഞ്ഞുതള്ളും ഉണ്ടായത്. പത്തനാപുരത്തും UDF LDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. കൊല്ലത്തു നിന്നും അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, കൊല്ലത്ത് ഏതൊക്കെ ഇടങ്ങളിലാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായത്? അതിൽ ഇപ്പോഴൊരു പൂർണ്ണമായൊരു നിയന്ത്രണം അവിടെ വന്നിട്ടുണ്ടോ മേഖലകളിൽ? കരുനാഗപ്പള്ളിയാണെന്ന് തോന്നുന്നു ഒരു കൂടുതൽ സംഘർഷം ഉണ്ടായതല്ലേ? തീർച്ചയായും പ്രജിൻ വിജയകുമാർ, ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയ്ക്കെല്ലാം തന്നെ അയവ് വന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലാണ് ആദ്യം സംഘർഷം ഉണ്ടായത്. കരുനാഗപ്പള്ളിയിൽ LDFന്റെയും UDFന്റെയും പ്രവർത്തകർ ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട ഈ DJ വാഹനങ്ങൾ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യം ഉണ്ടായത്. ഈ തർക്കം ഒടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷം പിന്നീട് കല്ലേറിലേക്ക് പോയി. ഈ കല്ലേറിലാണ് ഈ പ്രവർത്തകർക്കും നേതാക്കൾക്കും പരിക്കേറ്റിട്ടുള്ളത്. കരുനാഗപ്പള്ളി MLA CR മഹേഷിന്റെ നെഞ്ചിലേക്ക് ഒരു പാറക്കല്ല് വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ ഗോഡി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ബാലചന്ദ്രൻ എന്നിവർക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പ്രവർത്തകരെ ഇപ്പോൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ സംഘർഷത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. CA അടക്കമുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെയും ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും കേസെടുക്കുക. ഈ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിന് പിന്നാലെ ഈ സമീപത്ത് നിന്ന് കുട്ടിക്ക് ശ്വാസമുട്ടലടക്കം ഉണ്ടാകുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. ഈ കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്. നിലവിൽ സംഘർഷാവസ്ഥ പൂർണ്ണമായും അയവ് വന്നിരിക്കുന്നു. സ്ഥലത്ത് കനത്ത പോലീസ് വിന്യാസം തന്നെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പത്തനാപുരമാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ പത്തനാപുരത്ത് UDFും LDFും തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. അവിടെ ഉച്ചഭാഷയിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തമ്മിലുള്ള തർക്കം ഒടുവിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. CPIM അവിടുന്ന് കൗൺസിലർ കൂടിയായ അനന്തു പിള്ളയ്ക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടിടത്തും ഇപ്പോൾ കനത്ത പോലീസ് വിന്യാസവും. ശരി. ഇപ്പൊ കൊല്ലത്ത് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും ചെറുതും വലുതുമായ രീതിയിൽ ചെറിയ സംഘർഷങ്ങളും ഉന്നള്ളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. വിജയകുമാർ, ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബ് കമന്റ് ബോക്സ് ചോദിക്കുന്നു, ഇലക്ഷൻ സ്റ്റണ്ട് ഇപ്പൊ ഇന്ന് ഉണ്ടോ? അങ്ങനെ പറയാവോ അല്ലേ? ഉണ്ടല്ലോ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതെ അതെ അതെ. അപ്പോ എങ്ങോട്ടാ പോകുന്നത്? നമുക്കൊന്ന് മലപ്പുറം വരെ പോകണം. ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, അവിടെ പലയിടങ്ങളിലായി സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, ഉന്തുംതള്ളും ഉണ്ടായിരുന്നു പോലീസുമായി പ്രവർത്തകർ, അങ്ങനെയുള്ള വാർത്തകൾ വന്നു. അപ്പോൾ എന്താണ് അതിന്റെ ഒരു ചുരുക്കം? ഏതൊക്കെ ഇടങ്ങളിലാണ് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായത്? പ്രശ്നം തീർന്നോ അല്ലേ? പ്രശ്നം എന്തായാലും നിലവിൽ പരിഹരിച്ചു. സത്യം പറഞ്ഞാൽ 3 മണിക്കാണ് ഇവിടുത്തെ കൊട്ടിക്കലാശം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ BJP പ്രവർത്തകരായിരുന്നു ഈ പരിപാടികളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. DJ ഒക്കെ ആയിരുന്നു. അതായത് ആദ്യം തന്നെ പോലീസ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയന്ത്രണങ്ങൾ ഏതൊക്കെ ഭാഗത്താണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, ഓരോ പാർട്ടിക്കാർക്കും ഏതെല്ലാം ഭാഗങ്ങളിൽ വരെ കൊട്ടിക്കലാശം നടത്താം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു പോലീസ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് ബാരിക്കേഡ് വെച്ച് ഓരോ ഇടങ്ങൾ തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു 4 മണി 4:30 ആയപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ അവസ്ഥയായിരുന്നു. കാരണം എല്ലാവരും കൂടി ആ കുന്നുമ്മൽ ജംഗ്ഷനിൽ വന്നു ചേരുകയും ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട CPMഉം അല്ലെങ്കിൽ DYFI പ്രവർത്തകരും ഒപ്പം തന്നെ ലീഗ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് വഴി മാറുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലീസ് ലാത്തി വരെ വീശുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയ്ക്ക് ലീഗ് പ്രവർത്തകരും ഒപ്പം തന്നെ CPM പ്രവർത്തകരും തമ്മിൽ അല്ലെങ്കിൽ LDF പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു ഭാഗത്ത് കൊട്ടിക്കലാശവും മറുഭാഗത്ത് തല്ലുമാലയും എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അത്രയധികം വളരെ അടിപൊളിയായിട്ടായിരുന്നു കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. കാരണം ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കൊട്ടിക്കലാശമായിരുന്നു മലപ്പുറത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതേ സമയത്ത് മറുഭാഗത്ത്, അതായത് വലത്തേ ഭാഗത്ത് കൊട്ടിക്കലാശം അങ്ങനെ കൊട്ടിക്കയറുമ്പോൾ ഇടത്തേ ഭാഗത്ത് അടിയും ഒരേപോലെ നടക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട് പോലീസ് ആയിരുന്നു ഈ മലപ്പുറം
മലപ്പുറം ജംഗ്ഷനിലുള്ള മനോരമ ജംഗ്ഷന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിയെല്ലാം താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട് പോലീസ് അതിന് മുകളിൽ കയറുകയും അതിന് മുകളിലുണ്ടായിരുന്ന പ്രവർത്തകരെ പിടിച്ചിറക്കുകയും ചെയ്തു. പല ഘട്ടങ്ങളിൽ പ്രവർത്തകർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ താഴെ ഇറക്കുന്ന ദൃശ്യങ്ങൾ വരെ നമുക്ക് തത്സമയം കൊടുക്കാനായി. എന്തായാലും നിലവിൽ എല്ലാം ശാന്തമായിരുന്നു. ഏറ്റവും ഒടുവിൽ പരസ്പരം എല്ലാവരും കൈകൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങളൊക്കെ കോരി വൃത്തിയാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നന്നായി, മാതൃകാപരമാണ് അല്ലെ? പ്രശ്നങ്ങളൊക്കെ തീർന്നാണ് ഷഹദ് ഇപ്പോൾ അവിടെ നിന്ന് നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പോൾ നമുക്കൊന്ന് തിരുവനന്തപുരം ഒന്ന് പോകാം. ഹരികൃഷ്ണൻ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഹരികൃഷ്ണൻ, അവിടെ കാര്യറ്റിലൊക്കെയാണെന്ന് തോന്നുന്നു സംഘർഷാവസ്ഥ കൂടുതലായി ഉണ്ടായത്. പരുക്കുണ്ടോ കാര്യമായ ആർക്കെങ്കിലും? നെയ്യാറ്റിൻകര, പാറശാല ഒക്കെ സംഘർഷമായി അല്ലേ ഹരി? പ്രജിൻ, വിജയകുമാർ, ഈ തിരുവനന്തപുരത്തും ഈ തരത്തിൽ കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിനിടയിൽ സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. നേരിയ തോതിലാണ് സംഘർഷം ഉണ്ടായത്. പക്ഷേ ഈ സംഭവത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്നുള്ളതാണ്. CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. ഈ സംഭവം എന്ന് പറയുന്നത് ഈ വെഞ്ഞാറമൂടി കാരറ്റ് ഭാഗത്ത് ഈ 2 പാർട്ടികളുടെയും കൊട്ടിക്കലാശത്തിനിടയിൽ ഈ കോൺഗ്രസിന്റെ പ്രചരണ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്തു എന്ന് ആരോപിച്ചാണ് ഈ സംഘർഷം ഉണ്ടായത്. പിന്നീട് ഈ കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമായി അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഇതിൽ എന്തായാലും 2 പേർക്ക്, 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. കുറ്റുമേട് സ്വദേശി ആകാശ്, അതേപോലെ തന്നെ പേടികുളം സ്വദേശി അമൃതപ്രസാദ് എന്നീ 2 പ്രവർത്തകർക്കാണ് ഈ തരത്തിൽ മർദ്ദനമേറ്റിട്ടുള്ളത്. ഈ സ്ഥലത്ത് ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഈ നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഒക്കെ ഇത്തരത്തിൽ തലസ്ഥാനത്ത് നേരിയ തോതിൽ ഈ കൊട്ടിക്കലാശത്തിനിടയിൽ സംഘർഷം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ കാര്യമായ അത്തരത്തിൽ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രവുമല്ല, ഈ നെയ്യാറ്റിൻകരയിൽ KSRTC ബസിന്റെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കൊട്ടിക്കലാശത്തിനിടയിൽ. അവിടെയും ഇത്തരത്തിൽ BJP LDF നേരിയ തോതിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെയും പ്രവർത്തകർക്ക് ചെറിയ തോതിൽ പരിക്കിട്ടുണ്ട്. പക്ഷേ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ, പ്രജിൻ. തിരുവനന്തപുരത്ത് പല കേന്ദ്രങ്ങളിൽ സംഘർഷമുണ്ടായി. നെയ്യാറ്റിൻകര, പാറശാല, ഇങ്ങോട്ട് വന്നാൽ കാരേറ്റ് അടക്കമുള്ള മേഖലകളിലൊക്കെ നേരിയ സംഘർഷമുണ്ട്. പോലീസ് കുറെ കൂടി ജാഗ്രത പാലിക്കുന്നുണ്ട് ആ മേഖലകളിൽ. 1-2 ഇടത്ത് ലാത്തി വീശിയിട്ടുണ്ട്. പ്രവർത്തകരെ മാറ്റാൻ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ചിലർക്ക്. ഇപ്പോൾ വടകരയിൽ നമ്മുടെ സമീർ സി മുഹമ്മദ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KK ശൈലജയ്ക്കെതിരെ വീണ്ടും അധിക്ഷേപം ഉണ്ടായി. ഈ കുട്ടിക്കലാശത്തിനിടെ അസഭ്യവർഷം നടത്തിയെന്നാണ്. അതിലിപ്പോ പരാതി നൽകാൻ പോവുകയാണ് LDF എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വടകര തുടക്കം മുതൽ ഈ സമയം വരെ സൈബർ ആക്രമണം, കുട്ടിക്കലാശം കൊണ്ടും തീരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ഒട്ടും പാടില്ലാത്ത പ്രവണതകൾ, ജനാധിപത്യത്തിലും ഒട്ടും പാടില്ലാത്ത ചില പ്രവണതകൾ വടകരയിൽ കാണുന്നുണ്ട്. തുടർച്ചയായി ആവർത്തിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീൽ നോട്ടീസ് അയക്കുന്ന കാര്യങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഒരുപാട് പ്രതികരണങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സംഘർഷ അവസ്ഥയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പല പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് നേരത്തെ കരുതിക്കുട്ടിയുള്ള ഒരു ആസൂത്രണമൊക്കെ, തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയാണ് എന്നൊക്കെ, ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് CPM ചെയ്യുന്നതെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പരാജയ ഭീതി കൊണ്ടാണ് വോട്ടെടുപ്പിന് മുൻപേ തന്നെ CPIM ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. പരസ്യ പ്രചാരണം അവസാനിച്ചതിന് പിന്നാലെ പലയിടത്തും CPIM ക്രിമിനലുകൾ ബോധപൂർവ്വം ആക്രമണം നടത്തുകയായിരുന്നു. കരുനാഗപ്പള്ളി MLA CR മഹേഷിന്റെ തലയ്ക്കും നെഞ്ചിലും CPM അക്രമികൾ നടത്തിയ കല്ലേറിൽ പരിക്കേറ്റു. അവർക്കെതിരെ നടപടി വേണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളും ഈ വാർത്താക്കുറിപ്പിൽ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സംഘർഷത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. നേരത്തെ മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ താൻ നൽകിയ പരാതി സ്വീകരിക്കാത്തത് തെറ്റാണെന്ന് കമ്മീഷണർ തന്നെ സമ്മതിച്ചതായി ബൃന്ദ കാരാട്ട് പറഞ്ഞു. വിദ്വേഷ പ്രസംഗത്തിൽ പരാതിയില്ലെങ്കിലും കേസെടുക്കണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ട് എന്നും ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പരാമർശത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറയെ കണ്ട് പരാതി നൽകിയിരിക്കുകയാണ്. ബൃന്ദ കാരാട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. Comrade, today you have met the Delhi police commissioner and give the complaint. What is their response? We have met the Delhi police commissioner, Shri Sanjay Arora. My colleague Pushpinder Singh Grewal and myself had given a written complaint asking for an FIR to be registered against the hate speech made by the Prime Minister Narendra Modi on April 21st. The Thana did not respond at all. In fact, did not even accept the complaint. So because of that, today we had to meet the police commissioner. The police commissioner has said that and agreed that it was wrong of the Thana not to accept the complaint, and he has said that he will take legal opinion about the case. So will you move legally against this move by Delhi police?
I believe that if the Delhi police do not take any action, because the Prime Minister is a citizen of India just like all of us, he is not above the law, he is not beyond the law. And if he has made a hate speech, the law applies equally to the Prime Minister as it does to anyone else. Therefore, he cannot escape the law. If the Delhi police do not take required action, we will have to take whatever further steps are required. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആവശ്യമെങ്കിൽ നിയമപരമായി നീങ്ങും എന്ന് തന്നെയാണ് CPM പോൾ ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ജിതേന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. അപ്പോൾ ഈ വിദ്വേഷ പ്രസംഗത്തിനെതിരെ എനിക്കൊന്ന് ഇന്ത്യ മുന്നണിക്ക് ഒരു തീരുമാനമുണ്ട്. വ്യാപകമായ പരാതികൾ നൽകുക, രാജ്യവ്യാപകമായ പലയിടങ്ങളിലും കേസായി കൊടുക്കുക, പരാതിയായി കൊടുക്കുക എന്നൊക്കെയാണ് ആ തീരുമാനം വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനം ഉണ്ടോ നമുക്കറിയില്ല. അതെ അതെ, എനിക്കൊന്ന് ഈ വിഷയത്തിൽ തന്നെ ആദ്യം ബൃന്ദാക്കാരായിട്ട് നേരിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിച്ചില്ല. പിന്നീട് ഇമെയിൽ വഴി കമ്മീഷണർക്ക് പരാതി നൽകുമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ആ പരാതി സ്വീകരിച്ചതെന്നൊരു വാർത്ത വരുന്നുണ്ട്. അതെ, അപ്പോൾ നാളെ രാവിലെ മുതൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ തുടങ്ങും. പോളിംഗ് ഉദ്യോഗസ്ഥർ അത് വാങ്ങി ബൂത്തുകൾ സജ്ജമാക്കും. നാളെ വൈകിട്ടോടെ ബൂത്തുകളൊക്കെ റെഡിയാകും. നിശബ്ദ പ്രചാരണമാണ്. നിശബ്ദ പ്രചാരണ ദിവസങ്ങളും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കാനിടയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എനിക്കൊന്ന് വീടുകളിലൊക്കെ നേരിട്ട് പോയി അതിനപ്പുറത്തേക്കുള്ള ചില ഈ പ്രഷർ ഗ്രൂപ്പുകളെ കാണുക, അവരുമായി സംസാരിക്കുക, അതൊക്കെയാണ് നാളെ ഒരു സാധ്യതയുള്ള കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ വിവരങ്ങൾ നാളെ രാവിലെ മുതൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. മറ്റന്നാൾ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അല്ലേ, ജഡ്ജ്മെന്റ്. അതെ, അപ്പോൾ ഇന്നത്തേക്ക് ഇലക്ഷൻ സ്റ്റണ്ട് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരുപാട് കാഴ്ചകളുണ്ട്, വിശേഷങ്ങളുണ്ട്. അപ്പോൾ നാളെ കാണാം.